ഇനി വരദൻ പിതൃപതി, വരം തരാൻ സാധിക്കുന്ന പിതൃക്കളുടെ പതിയായിട്ടുള്ള ആ യമദേവൻ. ഇനി നിറുതി, ഒരു അഷ്ടദിക്പാലകനാണ് നിറുതി. ജലപതി, ജലത്തിന്റെ പതി, അത് വരുണൻ, വരുണദേവൻ. തരസാ സദാഗതി, വളരെ പെട്ടെന്ന് ആ സദാഗതിയായിട്ടുള്ള എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന വായുദേവൻ. ഇനി സദയം, ദയയോടുകൂടെ ആ നിധിപതി, നിധിയുടെ സമ്പത്തിന്റെ അധിദേവൻ കുബേരൻ. ഇനി കരുണാനിധിയായിട്ടുള്ള പശുപതി, കരുണാനിധിയായിട്ടുള്ള പശുപതി എന്നത് ഈശൻ. ആ ഈശനെയും അഷ്ടദിക്പാലകരിൽ ഒരാളായിട്ടും കാണുന്നുണ്ട്. ഇനി നക്ഷത്രപതി, നക്ഷത്രങ്ങളുടെയൊക്കെ പതി ആയിട്ടുള്ള ചന്ദ്രൻ. സുരവാഹിനീപതി തനയൻ ഗണപതി. ആദ്യം സുരവാഹിനിപതി, സുരലോകം, സ്വർഗലോകം. സ്വർഗലോകത്തിൽ നിന്ന് വാഹിനി, ഒഴുകി വരുന്ന നദി, ഗംഗാനദി. ആ ഗംഗാനദിയുടെ പതി, ഗംഗാ കാമുകനായിട്ട് അറിയപ്പെടുന്ന സാക്ഷാൽ പരമശിവൻ. ആ പരമശിവന്റെ തനയൻ മകൻ ഗണപതി. അപ്പൊ ഗണപതി വന്ദനം കഴിഞ്ഞതാണ്, എന്നാലും ഇവിടെ ആ ഒരു പ്രാസം ഒപ്പിച്ചു വരും എന്നതുകൊണ്ടും കൂടെയാവാം വീണ്ടും ഗണപതിയെ സ്തുതിക്കുന്നു. ഇനി അടുത്തത് ഒരേ വാക്ക് തന്നെ, പക്ഷെ അർത്ഥം വേറെയാണ്. വീണ്ടും ഒരു സുരവാഹിനീപതിയുണ്ട്. ഇവിടെ സുരലോകം എന്നത് ദേവന്മാർ എന്ന് തന്നെ അർത്ഥം. അപ്പൊ സുരന്മാരുടെ വാഹിനി എന്നതിനിവിടെ സൈന്യം എന്നർത്ഥം. അപ്പൊ ആ സൈന്യത്തിന്റെ പതി, ദേവന്മാരുടെ സേനയുടെ പതി, ദേവസേനാപതി സുബ്രഹ്മണ്യൻ. ഇനി പ്രമഥ ഭൂതപതി, ഭൂതഗണങ്ങളുടെയൊക്കെ പതിയായിരിക്കുന്ന സാക്ഷാൽ പരമശിവൻ. ഇനി ശ്രുതിവാക്യാത്മാ ദിനപതി, ദിനപതി സൂര്യദേവൻ. ആ സൂര്യദേവൻ ഖേടാനാം പതി, ഗ്രഹങ്ങളുടെയും പതിയാണ്. ആ സൂര്യദേവന്റെ ഒരു പ്രത്യേകത പറയുന്നു, ശ്രുതിവാക്യാത്മാ. ശ്രുതിവാക്യം വേദവാക്യം. ആ വേദവാക്യത്തിൽ അല്ലെങ്കിൽ വേദങ്ങളിലൊക്കെ സൂര്യദേവന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. നമുക്കറിയാം, ഗായത്രി മന്ത്രം ജപിക്കുന്ന സമയത്ത് ആ സൂര്യദേവനോടാണ് എന്റെ എന്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കൂ എന്ന് പറയുന്നത്. അതുപോലെ ആദിത്യഹൃദയ മന്ത്രം, ആ മന്ത്രം രാമായണത്തിൽ വരുന്ന ഒരു മന്ത്രമാണ്. അപ്പൊ വളരെ പ്രാധാന്യമുണ്ട് സൂര്യദേവന്. അങ്ങനെയുള്ള ആ സൂര്യദേവൻ ഇനി ജഗതി ചരാചരജാതി, ഈ ദേവന്മാർ മാത്രമല്ല, ഈ ജഗത്തിൽ ചരവും അചരവും, ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള എല്ലാ ജാതികളായിട്ടുള്ള എല്ലാ പ്രാണിവർഗങ്ങളും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണം. ഞാൻ ഒരു ഗതിയുമില്ലാത്തവനാണ്. അവിടെ വീണ്ടും തന്റെ ആ ഒരു വിനയം പ്രകടിപ്പിക്കുകയാണ്. അഗതിയായിട്ടുള്ള അടിയനെ, എന്നെ അനുഗ്രഹിക്കണം. അതിനായിട്ട് അകമേ, എന്റെ മനസ്സുകൊണ്ട് സുഖമേ, സുഖം തരാൻ, അല്ലെങ്കിൽ അത്രയും ഇഷ്ടത്തോടെ ഞാൻ അനിശം വന്ദിക്കുന്നേൻ. ഞാൻ അനിശം എന്നാൽ എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളെയൊക്കെ തന്നെ വന്ദിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ദേവീദേവന്മാരുടെയും ബ്രാഹ്മണശ്രേഷ്ഠന്മാരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇത്രയും മഹത്തായ ഈ ഒരു കൃതി രചിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്തതായി സ്വന്തം ഗുരുനാഥനായിരിക്കുന്ന ജ്യേഷ്ഠനെ തന്നെ വന്ദിക്കുന്നു. അഗ്രജൻ മമ, എന്റെ അഗ്രജൻ, എന്റെ ജ്യേഷ്ഠൻ. സതാം വിദുഷാം അഗ്രേസരൻ, സതാം വിദുഷാം അഗ്രേസരൻ. അദ്ദേഹം വിദുഷാം, പണ്ഡിതന്മാരിൽ എങ്ങനെയുള്ള, സതാം സജ്ജനങ്ങളായിട്ടുള്ള പണ്ഡിതന്മാരിൽ അഗ്രേസരൻ, പ്രഥമഗണനീയനാണ്. മൽ ഗുരുനാഥൻ, എന്റെ ഗുരുനാഥനാണ് ആ ജ്യേഷ്ഠൻ. ആ ജ്യേഷ്ഠൻ, ഇവർക്ക് ഒരു സ്വന്തമായിട്ട് പള്ളിക്കൂടം ഒക്കെ ഉണ്ട്. അപ്പൊ ആ പള്ളിക്കൂടത്തിൽ ഒരുപാട് പേർ
വന്ന് താമസിച്ച് പഠിക്കും. ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. അപ്പൊ അവിടെയുള്ള അനേക അന്തേവാസികളോടും, അപ്പൊ അവരും ഒട്ടും മോശക്കാരല്ല, എല്ലാവരും പണ്ഡിതന്മാരാണ്, അങ്ങനെയുള്ളവരാണ് അവിടെ വന്ന് പഠിക്കുന്നത്. അപ്പൊ എന്റെ ഗുരുനാഥനായിട്ടുള്ള എന്റെ ജ്യേഷ്ഠനും അവിടെ പഠിക്കാൻ വന്നിരിക്കുന്ന മറ്റ് അന്തേവാസികളോടും അവരൊക്കെ ചേർന്നിട്ട് ഉൾക്കുരുന്നിങ്കൽ വാഴുക, എന്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ തെളിഞ്ഞ് വിളങ്ങണം, എന്റെ ഉൾക്കുരുന്നിങ്കൽ വാഴുക രാമനാം ആചാര്യനും, രാമൻ എന്നു പേരുള്ള എന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ആചാര്യൻ എന്റെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ വിളങ്ങണം. മാത്രമല്ല, ആചാര്യൻ മാത്രമല്ല, മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും, മറ്റ് ആരൊക്കെ എനിക്ക് ഏതൊക്കെ രീതിയിലുള്ള അറിവുകൾ തന്നിട്ടുണ്ടോ അവരൊക്കെ തന്നെ എന്റെ ഗുരുഭൂതന്മാരാണ്. അവരും എന്റെ ഉള്ളിൽ എപ്പോഴും വിളങ്ങണം. അവരുടെ അനുഗ്രഹം എനിക്ക് തീർച്ചയായും ഉണ്ടാവണം. ഇനി പറയുന്നു, ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം. വിരിഞ്ചൻ ബ്രഹ്മാവ്, ആ ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന് വേദവും പുരാണവും ഇതിഹാസങ്ങളുമൊക്കെ ആ ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന് ഈ ലോകം ഉണ്ടായ സമയത്ത് തന്നെ പുറപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സങ്കല്പത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായ ശ്രീരാമായണം 100 കോടി ഗ്രന്ഥമുണ്ട്, ഇല്ലത് ഭൂമി തന്നിൽ. ആ രാമായണം 100 കോടിയോളം വരുമെന്നാണ്. അത്രയും ശ്ലോകങ്ങൾ, അത്രയും ഗ്രന്ഥങ്ങൾ. എന്നാൽ അതൊന്നുപോലും ഭൂമിയിൽ പ്രചരിച്ചില്ല. അങ്ങനെയിരിക്കെയാണ് രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നത് കണ്ടു ധാതാ. എന്നാൽ ഇതെന്തുകൊണ്ടാണ് ഭൂമിയിൽ പ്രചരിക്കാതിരുന്നത്? അതിന് പറ്റിയ, അത് പ്രചരിപ്പിക്കാൻ ഒരു അധികാരിയായിട്ടുള്ള, അർഹനായിട്ടുള്ള ഒരു കർത്താവിനെ കണ്ടുകിട്ടിയില്ല. അതുകൊണ്ടാണ് ഈ രാമായണത്തെ ബ്രഹ്മാവ് തന്റെ മനസ്സിൽ തന്നെ അങ്ങനെ സൂക്ഷിച്ചു വെച്ചത്. എന്നാൽ ഈ രാമനാമത്തിന്റെ തന്നെ മഹത്വം കൊണ്ട് മുന്നം കാട്ടാളൻ, മുമ്പ് കാട്ടാളനായിരുന്ന ഒരാൾ രാമനാമത്തെ ജപിച്ചതുകൊണ്ട് മാത്രം ഒരു മാമുനിപ്രവരനായി, ഒരു മുനിശ്രേഷ്ഠനായി വന്ന് കണ്ട ധാതാ, വന്നതു കണ്ട ആ ധാതാവ്, ആ ബ്രഹ്മാവ്, ഇദ്ദേഹം തന്നെയാണ് ഇതിന് കർത്താവാകാൻ ഏറ്റവും യോഗ്യനെന്ന് തീരുമാനിച്ചു. കാരണം ഏത് കാര്യവും സ്വയം അനുഭവിച്ച ഒരാൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. നിങ്ങളിത് അനുഷ്ഠിക്കൂ, നിങ്ങൾക്ക് ഇത് സാധ്യമാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റണമെങ്കിൽ നമുക്കത് അനുഭവവേദ്യമായിരിക്കണം. അപ്പോ വാൽമീകി മഹർഷിക്ക് ഈ ലോകത്തിലുള്ളവരോട് പറയാം, രാമനാമം പോലെ അത്രയും മഹത്തായൊരു മന്ത്രം വേറെയില്ല. കാരണം ഇതാ ഈ അനുഭവസ്ഥൻ ഞാൻ തന്നെയാണ് അതിനുദാഹരണം എന്ന് അദ്ദേഹത്തിന് അസന്നിഗ്ധം പറയാം. അതുകൊണ്ട് അദ്ദേഹത്തെ പോലെ ഇതിലും നല്ലൊരു ഉചിതനായിട്ടുള്ളൊരു കർത്താവ് വേറെ ഇല്ല എന്ന് ആ ധാതാവ് ബ്രഹ്മാവ് തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥം, ഈ ലോകത്തിൽ നിന്നുള്ള, ഈ പ്രാപഞ്ചികമായിട്ടുള്ള എല്ലാ ദുഃഖങ്ങളിൽ നിന്നുമുള്ള മോക്ഷത്തിനു വേണ്ടിയിട്ട് ആ ധാതാവ് വാൽമീകി മഹർഷിയോട് പറഞ്ഞു, ശ്രീ മഹാരാമായണം ചമയ്ക്ക എന്ന് അരുൾ ചെയ്തു. ഈ ബ്രഹ്മാവിന്റെ തന്നെ നിർദ്ദേശമനുസരിച്ചാണ് വാൽമീകി മഹർഷി ഈ രാമായണം ചമച്ചത്. തമസാ നദീ തീരത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന വാൽമീകി മഹർഷി ഒരു ദിവസം സ്നാനത്തിനായിട്ട് തമസാ നദിയിൽ പോയ സമയത്ത് അവിടെ മരക്കൊമ്പിലിരുന്ന ക്രൗഞ്ചപ്പക്ഷികളിൽ, ഇണക്കുരുവികളായിട്ടുള്ള ക്രൗഞ്ചപ്പക്ഷികളിൽ ഒന്നിനെ ഒരു വേടൻ അമ്പെയ്ത് വീഴ്ത്തിയപ്പോൾ അത് കണ്ട് ദുഃഖിച്ച ശോകത്താൽ ആതുരനായിട്ടുള്ള ആ മഹർഷിയുടെ ഉള്ളിൽ നിന്ന് അറിയാതെ ഒരു ശ്ലോകം പുറത്തേക്ക് വന്നു. അതാണ് മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാ
യത്രൗഞ്ച മിഥുനാദേകമവധി കാമമോഹിതം. ഇങ്ങനെ ഒരു ശ്ലോകം തന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നതിൽ ആ വാൽമീകി മഹർഷിക്ക് തന്നെ അത്ഭുതമായി. അങ്ങനെ തിരിച്ച് ആശ്രമത്തിൽ എത്തിയെങ്കിലും അന്ന് നടന്ന ആ സംഭവം അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ മഥിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല തനിക്ക് എങ്ങനെയാണ് ഇത്രയും വൃത്തനിബദ്ധമായിട്ടൊരു ശ്ലോകം എങ്ങനെ രചിക്കാൻ സാധിച്ചു എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന ആ മഹർഷിയുടെ മുന്നിലേക്ക് ബ്രഹ്മാവ് വരികയും ബ്രഹ്മാവ് പറഞ്ഞു, ഇതൊക്കെ എന്റെ സങ്കല്പമാണ്. അങ്ങനെ ഞാൻ ഈ രാമായണത്തെ ഭൂമിയിൽ പ്രചരിപ്പിക്കാനായിട്ട് അങ്ങയെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ രാമായണത്തെ നാരദ മുനി വന്ന് ഈ വാൽമീകിക്ക് പിന്നീട് ഉപദേശിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. പിന്നീട് നാരദനും വാൽമീകി മഹർഷിയുമായിട്ടുള്ള സംഭാഷണത്തിനിടെ ഏറ്റവും ഉത്തമനായ ഒരു പുരുഷൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് അത് ശ്രീരാമചന്ദ്രനാണെന്നും ആ രാമചന്ദ്രന്റെ കഥയ്ക്ക് ഈ ക്രൗഞ്ചപക്ഷികളുടെ കഥയുമായിട്ടൊരു ബന്ധമുണ്ടായി വന്നു. കാരണം സീതയും രാമനുമായിട്ടുള്ള ആ പക്ഷികളെ അല്ലെങ്കിൽ ആ ഇണകളായിട്ട് നിന്ന അവരെ രാവണൻ എന്ന കാട്ടാളൻ വന്ന് പിരിച്ചുവല്ലോ. അപ്പൊ ആ കഥയും ഈ ക്രൗഞ്ചപക്ഷികളുടെ കഥയുമായി കൂട്ടിച്ചേർത്ത് അങ്ങനെ ആ ബ്രഹ്മാവിന്റെ തന്നെ നിർദ്ദേശത്താലാണ് വാൽമീകി രാമായണം രചിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ശ്രീ മഹാരാമായണം ചമയ്ക്ക എന്നരുൾ ചെയ്തിട്ട് പിന്നീട് വീണാപാണിയും ഉപദേശിച്ചു രാമായണം. വീണ കയ്യിലുള്ള ആ നാരദ മഹർഷി പിന്നീട് വന്നിട്ട് ആ രാമകഥ മുഴുവനായിട്ട് വാൽമീകി മഹർഷിയെ പറഞ്ഞ് കേൾപ്പിച്ചു കൊടുത്തു. അതിനനുസരിച്ച് പിന്നീട് തന്റെ മനസ്സിൽ വന്ന ഓരോ കാര്യങ്ങളും ആ രാമന്റെ കഥ ചെറുപ്പം മുതലുള്ള കാര്യങ്ങൾ ഒരു ചിത്രം പോലെ മനസ്സിൽ തെളിഞ്ഞു വന്നു വാൽമീകി മഹർഷിക്ക്. അങ്ങനെ ആ തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ട് വാണീദേവിയും വാൽമീകി തൻ നാവിന്മേൽ വാണിയിടിനാൾ. കാരണം വാണീദേവിയുടെ അനുഗ്രഹമില്ലാതെ ഇത്രയും മഹത്തായ ഒരു ഗ്രന്ഥം എഴുതാൻ സാധിക്കില്ല.